പ്രിയമുള്ളവരെ, തൊഴിൽ അന്വേഷകരെയും തൊഴിൽ ദാതാക്കളെയും പരസ്പരം ബന്ധിപ്പിച്ച് അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ ലഭിക്കാവുന്ന വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ്റെ ഭാഗമായി കാളികാവ് ബ്ലോക്കിലെ എടപ്പറ്റ, കാളികാവ്, തൂവൂർ, കരുവാരകുണ്ട് പഞ്ചായത്തുകളിലെ ലോക്കൽ റിസോഴ്സ്മാർക്കുള്ള ആദ്യഘട്ട പരിശീലനം കരുവാരകുണ്ട് പുന്നക്കാട് LP സ്കൂളിൽ വെച്ച് നടന്നു. വിജ്ഞാന കേരളം പദ്ധതി ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ ക്ലാസ് എടുത്തു. കില RPമാരായ NT കബീർ, രാജമ്മ, ബീന തോമസ്, DRP ഗോപാലൻ തുടങ്ങിയവരൊക്കെ പരിശീലനത്തിന് നേതൃത്വം നൽകി. കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ, വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തീഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KK ജെയിംസ് മാസ്റ്റർ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തു. നമുക്കതിൻ്റെ ചെറിയൊരു വീഡിയോ വിവരം. കേരളം വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് പോവുകയാണ്. വിദ്യാഭ്യാസമുള്ള അഭ്യസ്തവിദ്യരായ ഒരുപാട് യുവതി യുവാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. പലതരം ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരുപാട് കുട്ടികൾ നമ്മളിവിടെയുണ്ട്. അവരെല്ലാവരും കൂടി ചേർത്താൽ നമുക്ക് കേരളത്തിൻ്റെ ഒരു വലിയ വൈജ്ഞാന കേരളം ആയി മാറി എന്ന് പറയാം. മറ്റു ഇത്തരം സംസ്ഥാനങ്ങളെ പോലെയല്ല, നല്ല വിദ്യാഭ്യാസമുള്ള യുവാക്കളെ കൊണ്ട് സമ്പുഷ്ടമാണ് കേരളം. അപ്പൊ അവർക്ക് ഇനി നമ്മൾ അവർക്കുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് അവരുടെ അഭിമാനത്തിനനുസരിച്ചുള്ള തൊഴിൽ കൊടുക്കാൻ പോവുകയാണ്. 2022 മുതൽ ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് ബഡ്ജറ്റിൽ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ് വിജ്ഞാന കേരളം പരിപാടി. അതിൻ്റെ ഒരു ക്യാമ്പയിൻ മൂഡിലേക്ക് നമ്മളിപ്പോൾ കടക്കുക. ആ ക്യാമ്പയിൻ മൂഡിന്റെ ഭാഗമായി സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ, പഞ്ചായത്ത് തലത്തിലെത്തുന്ന റിസോഴ്സ് പേഴ്സൺമാർ ഇതിന്റെ പാർട്ടായി സന്നദ്ധ പ്രവർത്തകരായിട്ട് വരികയാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് കമ്മ്യൂണിറ്റി അംബാസഡർമാര് ഓരോ പഞ്ചായത്തിലെയും ഓരോ വാർഡിലെയും ഇത്തരമുള്ള അഭ്യസ്തവിദ്യരെ നമ്മളുടെ ഈ DWMS എന്ന് പറയുന്ന ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്ത കുട്ടികളെ ഈ LRPമാർ അവർ വീട്ടിൽ പോയി സന്ദർശിച്ച് അവരുടെ ആ രജിസ്റ്റർ ചെയ്തതിൽ ഏത് കമ്പനിയിലാണ് രജിസ്റ്റർ ചെയ്തത്, ഏത് തൊഴിലാണ് രജിസ്റ്റർ ചെയ്തത് കണ്ടുപിടിച്ച് അവരെ ഈ നമ്മുടെ വെർച്വൽ ഇന്റർവ്യൂവിൽ പങ്കെടുപ്പിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് തൊഴിൽ കൊടുക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഇവിടെ വരാൻ പോകുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തൊട്ടാകെയുള്ള വലിയ കമ്പനികളൊക്കെ ഈ DWMS രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വിശ്വാസം അർപ്പിച്ച ഒരു പോർട്ടലാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പൊ തന്നെ ഇതിൽ ജോലി നേടിക്കഴിഞ്ഞു. പത്തനംതിട്ടയില് ഡോക്ടർ തോമസ് ഐസക് പാർലമെന്റ് മെമ്പറായി മത്സരിക്കാനുള്ള സമയത്താണ് വിജ്ഞാന പത്തനംതിട്ട എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി കൊണ്ടുവന്നത്. അവിടെ 5000-ഓളം പേർക്ക് ഇതിനകം ജോലി കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം നേരത്തെ MLA ആയിരുന്ന ആലപ്പുഴയിലാണ് ഇതിന്റെ 2ാം ഘട്ടം നടപ്പാക്കിയത്. അവരൊരു 5000 പേർക്ക് ജോലി ആയിക്കഴിഞ്ഞു. ഇന്ന് തൃശ്ശൂര് വലിയൊരു ജോബ് മേള നടക്കുകയാണ്. തൃശ്ശൂർ തൊഴിൽ പൂരം എന്നാണ് ഇതിന് പറയുന്നത്. നമ്മുടെ ജില്ലയിലും മലപ്പുറം ജില്ലയിലും ജൂൺ മാസത്തിൽ വലിയൊരു തൊഴിൽമേള നടക്കുക. എല്ലാ ശനിയാഴ്ചയും ജില്ലയിലെ ഒരു കേന്ദ്രത്തിൽ, മലപ്പുറത്താണെങ്കിൽ കുറ്റിപ്പുറത്തുള്ള MES എഞ്ചിനീയറിംഗ് കോളേജിൽ വെർച്വലായിട്ട് കമ്പനികൾ ഓൺലൈനിൽ വരികയും തൊഴിലന്വേഷിക്കുന്ന കുട്ടികൾ നേരിട്ട് മുഖാമുഖം ഇന്റർവ്യൂ നടത്തി നേരിട്ട് അവരെ ജോലിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. ഇതിന്റെ പാർട്ടായിട്ടുള്ള കാര്യം, നമ്മളെ കേരളത്തിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് നൈപുണ്യം ലഭിച്ചിട്ടില്ല. നൈപുണ്യം എന്ന് പറയുന്നത് ടാലി, കമ്പ്യൂട്ടറിലെ ടാലി ഒരുപാട് കമ്പനിക്ക് അറിയാം. ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, BTech കഴിഞ്ഞു, MTech കഴിഞ്ഞു, പക്ഷേ ടാലി അറിയില്ല. അല്ലെങ്കിൽ ഇംഗ്ലീഷ് 2 വാക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഈ മാനേജ്മെന്റ് ടെക്നിക് സ്കില്ലുകൾ അറിയില്ല. ഇത്തരത്തിലുമുള്ള ചെറിയ ചെറിയ സ്കില്ലിന്റെ കുറവ് കൊണ്ട് ജോലി കിട്ടാതിരിക്കരുത്. വിജ്ഞാന കേരളം പരിപാടിയിലെ പ്രധാന പാർട്ട് അതാണ്. നമ്മൾ നമ്മുടെ ഇവിടെ കേരളത്തിലെ എല്ലാ കോളേജുകളിലെയും ഡിഗ്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ നമ്മൾ അടുത്ത മാസം പോയി DWMS രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ 2 ലക്ഷം കുട്ടികൾ അടുത്ത വർഷം ഈ പോർട്ടലിൽ കയറുകയും അവർക്കൊക്കെ നൈപുണ്യ പരിശീലനം കൊടുത്ത് അവരെ കൂടി തൊഴിലിന്റെ ഭാഗമാക്കുക. അപ്പൊ ഈ വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് കേരളം മാറുമ്പോൾ എല്ലാവരും അതിൽ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തില് LRPമാരുടെ ട്രെയിനിങ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. നമ്മളെ DWMS പോർട്ടലില് 1388 പേരോളമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനോടകം തന്നെ നമ്മൾ ഫെസിലിറ്റേഷൻ സെന്റർ ആരംഭിച്ചു കഴിയുകയും നമുക്ക് ഫണ്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പില് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഭയങ്കരമായ കുതിച്ചുകയറ്റമാണ് നടന്നുകൊണ്ടിരുന്നത്. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനം അതിന്റെ ഉന്നതിയിൽ നിന്നതിന്റെ ഫലമായിട്ട് കേരളത്തിൽ അഭ്യസ്ത വിദ്യരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ മലയോര പ്രദേശമായ കരുവാരക്കുണ്ടിലും പഠന പുരോഗതി ഉയർന്നപ്പോൾ ഇവിടെയുള്ള വിദ്യാഭ്യാസം നേടിയ, ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ ആൾക്കാരുടെ എണ്ണവും വളരെ കൂടുതലായി. ഇവർക്കൊക്കെ അനുയോജ്യമായ ഒരു തൊഴിൽ എത്തിക്കുക, അവരിൽ തൊഴിൽ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ്
വിജ്ഞാന കേരളം പരിപാടിയിൽ ഇന്ന് അവരെയൊക്കെ നമ്മൾ ക്യാൻവാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനം ആരംഭിച്ച് ഇതിന്റെ പൂർണ്ണതയിലെത്തുമ്പോൾ കരുവാരക്കുണ്ടിലുള്ള അഭ്യസ്ത വിദ്യരായ ജനങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ഗ്രാമപഞ്ചായത്തിനുള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് പറയാൻ.